ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ഹെയർ ബാൻഡ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് 1 ഇഞ്ച് വീതിയിലുള്ള സാറ്റൻ റിബൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വൈറ്റ്, ഓറഞ്ച്, ഗ്രീൻ അങ്ങനെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ തീമിലുള്ള കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഓരോ കളറും നമ്മൾ 1 മീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ റിബണ് പെട്ടെന്ന് നൂലൊക്കെ വലിഞ്ഞ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുക്കി കൊടുക്കുന്നത്. ഇനി നമ്മളൊരു സൂചി എടുത്തിട്ടുണ്ട്, അതിലൂടെ നൂല് കോർത്തെടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഗ്രീൻ കളറിലുള്ള റിബൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സാറ്റൻ റിബണിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം മുകളിലേക്ക് ആക്കി പിടിച്ചിട്ട് ഒരു സൈഡിലൂടെ ഈ ഒരു രീതിയിൽ മുകളിലേക്കും താഴേക്കുമായിട്ട് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളർ റിബൺ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ വൈറ്റ് കളറിലാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ വൈറ്റ് സാറ്റൻ റിബണിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം മുകളിലേക്ക് ആക്കി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്തിലൂടെ ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം 1 സെൻറ്റിമീറ്ററൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വൈറ്റ് കളറും ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഓറഞ്ച് കളർ റിബണും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ റിബണിൻ്റെ അളവ് എടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ അളവ് കുറച്ചെടുത്താൽ നമ്മുടെ ഫ്ലവർ ഇത്രത്തോളം നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടില്ല. അങ്ങനെ നമ്മുടെ 3 കളറിലുള്ള റിബണും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മുടെ നൂലിൻ്റെ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു സാറ്റൻ റിബണിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ഇതുപോലെ എല്ലാം മുകളിലേക്കാക്കി പിടിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രില്ലെല്ലാം ഇതുപോലെ ഒരു വശത്തേക്ക് തന്നെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സൂചി വെച്ചിട്ട് ഇതുപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് വലിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നൂലിൻ്റെ അറ്റത്തൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ ഒരു ഗ്രീൻ റിബണിൻ്റെ ഈ വശത്തായിട്ടാണ് ഉണ്ടാവുക. അതിന് നമ്മൾ ഇതുപോലെ ഒന്ന് കുറച്ചായിട്ട് അതുപോലെ ഒന്ന് വലിച്ചെടുത്തിട്ട് അതിൽ 2 നൂലുകൾക്കിടയിലൂടെ നമ്മുടെ സൂചിയെ ഇതുപോലെ നമ്മൾ കോർത്തെടുക്കുന്നുണ്ട്. 2 നൂലുണ്ടാവും, അതിനിടയിലൂടെ ഈ ഒരു രീതിയിൽ നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു സൂചിയെ ഇതുപോലെ ടൈറ്റാക്കിയിട്ട് തന്നെ വലിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലവർ എത്രത്തോളം വലുതാണോ വേണ്ടത് അതിനനുസരിച്ച് ലൂസാക്കിയിട്ട് ചെയ്യാം. അതായത് നമ്മൾ കൂടുതൽ ടൈറ്റാക്കി പിടിക്കുമ്പോൾ നമ്മുടെ ഫ്ലവർ ചെറുതായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്ലവർ ഏത് വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം. ഞാനിതാ ഈ രീതിയിൽ കുറച്ച് ടൈറ്റാക്കിയിട്ട് വലിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഷൈനിങ് കുറഞ്ഞ ഭാഗത്തേക്ക്, അതായത് ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തേക്ക് സൂചി ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വശത്ത് ഇതുപോലെ സൂചി കുത്തി എടുത്തിട്ട് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ നൂലിനെ ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2-3 പ്രാവശ്യം കെട്ടിയിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫ്ലവർ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഒരിക്കലൂടെ കൈ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രില്ലെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ടോട്ടൽ 3 മീറ്റർ റിബൺ ഈ ഒരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓരോ കളറും ഓരോ മീറ്റർ വീതം. അപ്പോൾ നമ്മുടെ ഫ്ലവർ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഇത്രത്തോളം ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വലിയ സ്റ്റോണോ ബീഡ്സോ എന്തെങ്കിലും ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഫോം ഫ്ലവറാണ് ഇവിടെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓരോ കളറിൽ നിന്നും ഇതുപോലെ ഓരോ ഫ്ലവർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ സ്റ്റിക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഫ്ലവറിൽ വൈറ്റ് ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ വൈറ്റ് കളറിലുള്ള ഫോം ഫ്ലവർ ഈ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ഓറഞ്ച് കളറിലുള്ള ഫോം ഫ്ലവറിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഫ്ലവറിലെ ഓറഞ്ച് റിബണിന് മുകളിലായിട്ട് വൈറ്റ് ഫ്ലവറിനോട് ചേർത്ത് ഈ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഗ്രീൻ ഫ്ലവറിലും ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ ഗ്രീൻ റിബണിന് മുകളിലായിട്ട് ഇതുപോലെ മറ്റ് ഫ്ലവേഴ്സിനോട് ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്ലവർ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഫ്ലവർ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലും നമ്മുടെ ടിക് ക്ലിപ്പിൽ ഹെയർ ബാൻഡിലും ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഹെയർ ബാൻഡിലാണ് ഒട്ടിക്കാൻ പോകുന്നത്. അതിനായിട്ട് വൈറ്റ് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഹെയർ ബാൻഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നും ഒരു വശത്തേക്ക് നീങ്ങിയിട്ട് ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ ഫ്ലവർ ഒട്ടിക്കുന്നത്. അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ഫ്ലവർ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ ഇതുപോലെ ഒന്ന് ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള നമ്മുടെ പേപ്പർ ക്യാൻവാസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ശേഷം നമ്മുടെ ഹെയർ ബാൻഡിന് മുകളിലൂടെ ഫ്ലവറിനോട് ചേർത്ത് ഈ രീതിയിൽ നമ്മുടെ പേപ്പർ ക്യാൻവാസിൻ്റെ പീസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇതുപോലെ ഫ്ലവർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഇളകുന്നില്ല, നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.